ഹലോ മക്കളെ, 4ാം ക്ലാസ്സിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ഏത് പാഠത്തിലടാ നമ്മുടെ പരിസര പഠനത്തിൽ അല്ലെങ്കിൽ EVSലെ ഇന്ത്യയിലൂടെ ത്രൂ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട സാധനങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാണ് എന്ത് ചെയ്ത് രാഹുൽ സാറ് വന്നിട്ടുള്ളത് കേട്ടോ. നോക്കടാ, നമ്മുടെ ഇന്ത്യയിലൂടെ ആ പാഠത്തിൽ എന്താ നമ്മുടെ ദേശീയ മുദ്രകൾ അല്ലേ, എന്താണ് ദേശീയ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ നാഷണൽ സിംബൽസ് ഒക്കെ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് നമ്മളെ ഭയങ്കര അഭിമാനിക്കാൻ നമ്മളെപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങളാണിത്. നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ നാഷണൽ സിംബൽസ് അതിലെന്തൊക്കെയാ പെടുക? നാഷണൽ സിംബൽസ് അല്ലെങ്കിൽ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പെടുക? ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊക്കെയായിരിക്കും പെടുക? എന്തൊക്കെ വരും? നമ്മളെ ദേശീയ ഗാനം വരും, ദേശീയ ഗീതം വരും അല്ലേ, നാഷണൽ ആന്തം വരും, നാഷണൽ സോങ് വരും, നമ്മുടെ നാഷണൽ ഫ്ലാഗ് വരും, നാഷണൽ ആനിമൽ, നാഷണൽ ബേർഡ് ഒക്കെ അങ്ങനെ കുറേ ഉണ്ടല്ലോ, നാഷണൽ എംബ്ലം ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യാം സാർ പെട്ടെന്ന് അതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് മക്കൾക്ക് പറഞ്ഞുതരാം. പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം മക്കൾക്ക് എന്ത് ചെയ്യാം സാർ ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. നോക്കടാ ആദ്യത്തെ സാധനം ദേശീയ ഗാനം അല്ലെങ്കിൽ നാഷണൽ ആന്തം. ഏതാ? എന്നും നമ്മൾ സ്കൂളിൽ നിന്ന് കേൾക്കുന്ന അല്ലേ, ജനഗണമന അധിനായക ജയ ഹേ അല്ലേ. അതെന്താ നോക്കടാ, ദേശീയ ഗാനം ആരാ എഴുതിയത്? ആദ്യം ആരാ എഴുതിയത് എന്ന് ആലോചിക്കണ്ടേ. നമ്മുടെ നാഷണൽ ആന്തം ദേശീയ ഗാനം എഴുതിയത് ആരാ? രവീന്ദ്രനാഥ ടാഗോർ. എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് ചെയ്തത്? ഹു റോട്ട് അവർ നാഷണൽ ആന്തം. നമ്മുടെ ദേശീയ ഗാനം നാഷണൽ ആന്തം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ദേശീയ ഗാനം കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നാഷണൽ ആന്തം കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അറ്റൻഷൻ നിൽക്കൂല. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? സ്കൂൾ എന്ത് ചെയ്യും? വൈകുന്നേരം ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ അറ്റൻഷൻ നിൽക്കാറുണ്ടല്ലോ. അപ്പൊ എന്താ? ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണം. ഓക്കെ, അതിനെന്താ? പക്ഷെ ദേശീയ ഗാനം ചൊല്ലി തീർക്കണേ, പാടി തീർക്കണ ഒരു പെർട്ടിക്കുലർ ഒരു കൃത്യമായ സമയത്തിൻ്റെ ഉള്ളിൽ വേണം എന്ത് ചെയ്യാൻ മക്കളെ നമ്മൾ തീർക്കാൻ വേണ്ടി. എന്താ? 52 സെക്കൻഡ് 52 സെക്കൻഡ്സിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ദേശീയ ഗാനം നാഷണൽ ആന്തം ചൊല്ലി തീർക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദേശീയ ഗാനം കഴിഞ്ഞു അല്ലെങ്കിൽ നാഷണൽ ആന്തം കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു? നാഷണൽ ആന്തം ദേശീയ ഗാനം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ദേശീയ ഗീതം നാഷണൽ സോങ്ങിലേക്ക് പോകുന്നു. ഏതാ? വന്ദേ മാതരം, വന്ദേ മാതരം. ഓക്കെ, അതാണ് നമ്മുടെ ദേശീയ ഗീതം, നാഷണൽ സോങ് ആണെന്ത് അത്. നോക്ക്, വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മുടെ ദേശീയ ഗീതം. വന്ദേ മാതരം ഈസ് അവർ നാഷണൽ സോങ്. ആരാ എഴുതിയത്? നേരത്തെ നമ്മുടെ നാഷണൽ ആന്തം അല്ലെങ്കിൽ ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിൽ നാഷണൽ സോങ് ദേശീയ ഗീതം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് എന്ത് ചെയ്തത്? നമ്മുടെ നാഷണൽ സോങ് അല്ലെങ്കിൽ ദേശീയ ഗീതം എഴുതിയത്. ഓക്കെ ആണല്ലോ. അപ്പം നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ദേശീയ ഗീതവും ദേശീയ ഗാനവും കഴിയുമ്പോൾ ദേശീയ ഗാനവും കഴിഞ്ഞ് നമ്മൾ അടുത്ത നമ്മുടെ പോയിന്റിലേക്ക് പോകുന്നു. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ആൾ വന്നു. ആര്? ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ് വന്നു. നേരത്തെ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റിയിട്ടും ബങ്കിം ചന്ദ്ര ചാറ്റർജിനെ പറ്റി പറഞ്ഞപ്പോൾ ആരാണ് നമ്മുടെ ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ ദേശീയ പതാക ഡിസൈൻ ചെയ്തത് ആരാ? രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ആരാണ്? പിംഗലി വെങ്കയ്യ ആണ് എന്ത് ചെയ്തത്? നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡിസൈൻഡ് ബൈ പിംഗലി വെങ്കയ്യ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ നാഷണൽ ഫ്ലാഗ്സിന്റെ പ്രത്യേകത എന്താടാ? ഏറ്റവും മുകളിലുള്ള കളർ ഏതാ? സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമം. ഓക്കെ, സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമമാണ് ഏറ്റവും മുകളിലുള്ള കളർ. ഓക്കെ, അപ്പൊ നമ്മുടെ നടുവിലുള്ള കളറിലേക്ക് വരുന്നു. ആരാണ്? വെള്ള അല്ലെങ്കിൽ വൈറ്റ് ആണ് എന്ത് നമ്മുടെ നടുവിലെ നിറം. അവസാനത്തെ കളർ ഓക്കെ മക്കൾ പറഞ്ഞ ശരിയാണ്. എന്താണ്? പച്ച, ഗ്രീൻ. ഓക്കെ, പച്ച ഗ്രീൻ ആണ്. എന്നാൽ എന്താടാ? ഒരു നീല ചക്രം, ഒരു അശോക ചക്രം, നീല ചക്രം എവിടെ ഉണ്ട്? നമ്മുടെ പതാകയുടെ നടുവിലുണ്ട്. എന്നാൽ ആ പതാകയുടെ പ്രത്യേകത എന്താടാ? 24 എത്രയാണ്? 24 സ്പോക്സ് അല്ലെങ്കിൽ 24 ആരക്കാലുകളാണ് ഉള്ളത്. ഇങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 24 എണ്ണം. ഓക്കെ, എത്രയാണ് മക്കളെ? 24 എണ്ണമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ദേശീയ പതാകയിൽ ആരക്കാലുകൾ അല്ലെങ്കിൽ സ്പോക്സ് ഉള്ളത്. ഓക്കെ, പിംഗലി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്തത്. ഓക്കെ, സാഫ്രോൺ ആണ് മുകളിൽ, നടുവിൽ വെള്ളയാണ്, താഴത്ത് പച്ചയാണ് അല്ലെങ്കിൽ കുങ്കുമം വെള്ള പച്ച. ഓക്കെ, അല്ലെങ്കിൽ സാഫ്രോൺ വൈറ്റ് ഗ്രീൻ. ഓക്കെ, 24 സ്പോക്സ് സെന്ററിലുള്ള ചക്രത്തിലുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ദേശീയ പതാകയും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. അപ്പൊ അടുത്ത് നോക്കുന്നു, ദേശീയ മുദ്ര അല്ലെങ്കിൽ നാഷണൽ എംബ്ലം അല്ലെ. നമ്മുടെ ചിലപ്പോൾ നമ്മളെ പൈസ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാഷണൽ എംബ്ലം ഈ ചിത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റൂ അല്ലേ? നോക്കടാ, എവിടുന്നാ അത്? അശോക ചക്രവർത്തി പണ്ട് സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? എംപറർ അശോക
അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ നമ്മുടെ ദേശീയ മുദ്ര അല്ലെങ്കിൽ നാഷണൽ എംബ്ലം എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. എന്നാൽ എന്തൊക്കെയാ അതിലുള്ളത്, നമ്മുടെ ദേശീയ മുദ്രയിൽ ആരൊക്കെയാണ് ഉള്ളത്? കുറച്ച് ആൾക്കാരുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ നമ്മുടെ ദേശീയ മുദ്രയിലുണ്ട്. ആരൊക്കെയാ? 4 സിംഹങ്ങൾ 4 ദിക്കിലേക്കും അല്ലേ. ഇവിടെ നോക്കിയാട്ടെ, ഒരാൾ ഇങ്ങോട്ട് മുന്നോട്ട് നോക്കുന്നുണ്ട്, 2 ആൾക്കാർ സൈഡിലേക്ക് നോക്കുന്നുണ്ട്, ഇതേപോലെ ഒരാൾ എവിടെയുണ്ട്, ബാക്കിലുണ്ട്. 4 ദിക്കിലേക്ക് നോക്കുന്ന 4 സിംഹങ്ങൾ, 4 ലയൺസ് ലുക്കിംഗ് ഇൻ 4 ഡയറക്ഷനിലേക്ക്, 4 ഭാഗത്തേക്കും 4 ദിശകളിലേക്ക് നോക്കുന്ന 4 സിംഹങ്ങളുണ്ട്. കഴിഞ്ഞോ? ഇല്ല. ധർമ്മചക്രം എവിടെ? ധർമ്മചക്രം ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചക്രം കണ്ടോതാ, ഇതാണ് എന്ത്? ധർമ്മചക്രം. ഓക്കെ, ധർമ്മചക്രം ഉണ്ട്. പിന്നെന്താ അതിന് ചുറ്റും എന്താണ്? എലിഫന്റ്, എ ഹോഴ്സ്, എ ബുൾ, എന്താണ്? ഒരു ആന, കുതിര, കാള. ആന, കുതിര, കാള. ഇവിടെ ആരാരെ കാണുന്നുണ്ട് നമ്മള്? കുതിര ഇവിടെ ഉണ്ട്, ഒരു കാള ഇവിടെ ഉണ്ട്. ഓക്കെ, ആന തൊട്ട് ബാക്കിലേക്ക്. അപ്പൊ ആനയും കുതിരയും കാളയും എന്തുണ്ട്? നമ്മുടെ ദേശീയ മുദ്രയിൽ അല്ലെങ്കിൽ നാഷണൽ എംബ്ലത്തിലുണ്ട്. ഓക്കെ ആണല്ലോ. എന്നാൽ ഒരു സാധനം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ നാഷണൽ എംബ്ലത്തിന്റെ അല്ലെങ്കിൽ ദേശീയ മുദ്രയുടെ താഴത്ത് എന്താ എഴുതിയത്? സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന് പറഞ്ഞ വേർഡ്സ് ആണ് എഴുതിയത്. ഇവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തായാലും അത് എന്താ? സത്യമേവ ജയതേ എന്നുള്ള വാക്കുകളാണ് എവിടെ എഴുതിയത്? നമ്മുടെ നാഷണൽ എംബ്ലത്തിന്റെ ദേശീയ മുദ്രയുടെ താഴെ എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. എന്താ? എളുപ്പമുള്ള സാധനങ്ങൾ അല്ലേ? ബാനിയൻ ട്രീ അല്ലെങ്കിൽ ആൽമരമാണ് നമ്മളെ നാഷണൽ ട്രീ. ഓക്കെ, നാഷണൽ ആനിമൽ എല്ലാവർക്കും അറിയാം, എന്താണ്? കടുവയാണ്. നാഷണൽ ഫ്ലവർ ലോട്ടസ് അല്ലെങ്കിൽ താമരയാണ്. ദേശീയ പക്ഷി ആരാണ്? മയിൽ അല്ലെങ്കിൽ പീകോക്ക് ആണെന്ത്? നമ്മുടെ നാഷണൽ ബേർഡ്. ഓക്കെ, നാഷണൽ ബേർഡ് അല്ലെങ്കിൽ ദേശീയ പക്ഷി. ഓക്കെ ആണല്ലോ. പിന്നെ എന്താണ്? പിന്നെ നമ്മുടെ ദേശീയ വിനോദം അല്ലെങ്കിൽ നാഷണൽ ഗെയിം എന്താ? ഹോക്കിയാണ് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ നാഷണലിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ദേശീയ ചിഹ്നങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നാഷണൽ സിംബൽസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? മക്കള് എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഓർമ്മിച്ച് റെഡി ആയി നിൽക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ബൈ.